നമസ്കാരം, നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. LPG വിതരണത്തിലുണ്ടായതിന് സമാനമായ പ്രതിസന്ധി പെട്രോളിനെയും ഡീസലിനെയും ബാധിക്കില്ലെന്ന് കേന്ദ്ര സർക്കാരും എണ്ണ കമ്പനികളും വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും കേരളത്തിലെ പമ്പുകളിലും ആശങ്കയുടെ ഇന്ധനമടി. സാധാരണ 100 രൂപയ്ക്കോ 210 രൂപയ്ക്കോ പെട്രോൾ നിറച്ചിരുന്ന പല വാഹനോടമകളും ഇപ്പോൾ ഫുൾ ടാങ്ക് അടിച്ചേക്കെന്നാണ് പറയുന്നതെന്ന് ചില പമ്പുടമകൾ പറയുന്നു. LPG നേരിടുന്നത് പോലെ പെട്രോൾ ഡീസൽ ക്ഷാമവും ഉണ്ടായേക്കുമെന്ന ഭീതിയാണ് ഇതിന് പിന്നിൽ. അതേസമയം പമ്പുകളിലേക്ക് ആവശ്യത്തിന് സ്റ്റോക്ക് ലഭിക്കുന്നുണ്ടെന്നും ആശങ്കപ്പെടേണ്ട സ്ഥിതിയില്ലെന്നും ഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ പെട്രോളിയം ട്രേഡേഴ്സ് ദേശീയ വൈസ് പ്രസിഡന്റ് ശബരിനാഥ് പറഞ്ഞു. LPGക്ക് സമാനമായ നിയന്ത്രണം വന്നേക്കുമെന്നും പെട്രോൾ ഡീസൽ വിതരണം റേഷൻ അടിസ്ഥാനത്തിലാക്കിയേക്കുമെന്നും പ്രചരിക്കുന്നു. ഇത് കേന്ദ്ര സർക്കാർ കൈയോടെ തള്ളിയിരുന്നു. ഇന്ധന വിതരണം റേഷൻ ആക്കേണ്ട യാതൊരു സ്ഥിതിയുമില്ലെന്ന് ശബരിനാഥ് വ്യക്തമാക്കി. കർണാടകയിലും മഹാരാഷ്ട്രയിലും ചില മേഖലകളിൽ ഇന്ധനക്ഷാമം ഉണ്ടായേക്കുമെന്ന ഭീതി മൂലം പെട്രോൾ പമ്പുകളിൽ വാഹനങ്ങളുടെ നീണ്ട നിര കഴിഞ്ഞ ദിവസങ്ങളിൽ ദൃശ്യമായിരുന്നു. ഇന്ത്യക്ക് നിലവിലുള്ള 3 കരുതൽ എണ്ണ സംഭരണികളിലായി 74 ദിവസത്തേക്കുള്ള എണ്ണ ശേഖരമുണ്ട്. കർണാടകയിലെ മംഗളൂരു, പാടൂർ, ആന്ധ്രയിലെ വിശാഖപട്ടണം എന്നിവിടങ്ങളിലാണ് ഈ 3 ഭൂഗർഭ എണ്ണ സംഭരണികൾ. ഒഡീഷ, മധ്യപ്രദേശ്, രാജസ്ഥാൻ എന്നിവിടങ്ങളിലായി അധിക സംഭരണികൾ സ്ഥാപിക്കാനുള്ള നടപടികളും കേന്ദ്ര സർക്കാർ തുടങ്ങിയിട്ടുണ്ട്. കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തിന് കീഴിലെ ഇന്ത്യൻ സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവ് ലിമിറ്റഡ് ആണ് ഈ എണ്ണ സംഭരണികളുടെ ചുമതല. യുദ്ധം, കപ്പൽക്ഷാമം, അസാധാരണമായ വിലക്കയറ്റം തുടങ്ങിയ സാഹചര്യങ്ങളിൽ മാത്രമേ ഈ സംഭരണികളിൽ നിന്ന് എണ്ണ പൊതുവിപണിയിലെത്തിക്കൂ. നിലവിലെ പശ്ചിമേഷ്യൻ യുദ്ധം 2 മാസത്തിലധികം നീണ്ടാൽ മാത്രമേ ഇന്ത്യയിൽ പെട്രോൾ ഡീസൽ ക്ഷാമത്തിന് സാധ്യതയുള്ളൂ. മാത്രമല്ല, ഇപ്പോൾ ഇന്ത്യ വീണ്ടും റഷ്യൻ എണ്ണ വൻതോതിൽ വാങ്ങി തുടങ്ങിയതിനാൽ പ്രതിസന്ധിക്ക് സാധ്യത തീരെയില്ലെന്ന് ഈ രംഗത്തുള്ളവർ വ്യക്തമാക്കുന്നു. വാഹനങ്ങളിൽ നിറയ്ക്കുന്ന CNG, വീടുകളിൽ പൈപ്പ് വഴി എത്തിക്കുന്ന പാചകവാതക എന്നിവയ്ക്കും പ്രതിസന്ധിയില്ല. ഇന്ത്യ തദ്ദേശീയമായി ഉൽപ്പാദിപ്പിക്കുന്ന പ്രകൃതിവാതകമാണ് പ്രധാനമായും CNG, സിറ്റി ഗ്യാസ് എന്നിവയ്ക്കായി ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ CNG, PNG ഉപഭോക്താക്കൾ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് കേരളത്തിൽ എറണാകുളം മുതൽ കാസർഗോഡ് വരെ സിറ്റി ഗ്യാസ് വിതരണം നിർവഹിക്കുന്ന കമ്പനിയായ ഇന്ത്യൻ ഓയിൽ അദാനി ഗ്യാസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ പ്രതിനിധി അജയ് പിള്ള പറഞ്ഞു. കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ വിതരണത്തിനുള്ള ലൈസൻസ് നേടിയത് ഷോള ഗ്യാസ് എന്ന കമ്പനിയും ഇതിൽ എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലും ആലപ്പുഴ മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിലുമായി ഇതിനകം 1 ലക്ഷത്തിൽ മേൽ വീടുകളിൽ സിറ്റി ഗ്യാസ് എത്തിക്കഴിഞ്ഞു. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.